ഹായ് ആൾ, വെൽക്കം ടു എജുക്സ്പെർട്ടോ. ഈ ചാനൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ചാനലാണ്. ഓൺലൈൻ അപേക്ഷകൾ, കമ്പ്യൂട്ടർ ആൻഡ് അക്കൗണ്ടിംഗ് ബേസിക്സ്, അക്കൗണ്ടിംഗ് ടൂൾസ്, ChatGPT ആൻഡ് റിലേറ്റഡ് AI ടൂൾസ് ഉപയോഗം, ഫ്രീലാൻസ് വർക്ക്സ് എന്നീ വിവിധങ്ങളായ മേഖലകൾ കവർ ചെയ്യുന്നു. ആദ്യത്തെ വീഡിയോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ട മുനിസിപ്പൽ ലൈസൻസ് K-സ്മാർട്ട് ഓൺലൈൻ പോർട്ടൽ വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഗൂഗിൾ ക്രോമിൽ K-സ്മാർട്ട് ലോഗിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഫസ്റ്റ് കാണുന്ന ksmart.lsgkerala.gov.in ആ സൈറ്റാണ് എടുക്കേണ്ടത്. സിറ്റിസൺ രജിസ്റ്റർ ആയിട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ചെയ്യുക. രജിസ്റ്റർ വിത്ത് ആധാർ എന്ന സ്ക്രീനിൽ ആധാർ നമ്പർ കൊടുത്ത ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. OTP എന്ന ഭാഗത്ത് മൊബൈലിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. രജിസ്റ്റർ കൊടുക്കുക. ആധാർ OTP വെരിഫൈ ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ OTP കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് ഹോം പേജ്. അതിൽ അപ്ലൈ മെനു ക്ലിക്ക് ചെയ്ത ശേഷം ലൈസൻസ് സർവീസിൽ IFTE ആൻഡ് OS സർവീസ് ആ ഓപ്ഷനിൽ മുകളിൽ കാണുന്ന പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. പുതിയ ലൈസൻസിനായിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ്. മറ്റുള്ളവ റിന്യൂവൽ, ക്യാൻസലേഷൻ, കറക്ഷൻ എന്നീ സേവനങ്ങൾക്കുള്ള അപേക്ഷകളാണ്. ആപ്ലിക്കേഷനിൽ 6 സ്റ്റെപ്പാണുള്ളത്. ഈ 6 സ്റ്റെപ്പ് ഫിനിഷ് ചെയ്താലാണ് സബ്മിറ്റ് ആവുന്നത്. ഫസ്റ്റ് പ്ലേസ് ഓഫ് ആക്ടിവിറ്റിയാണ്. ഈ സ്റ്റെപ്പിൽ ഫിൽ ചെയ്യേണ്ടത് ബിസിനസ് പ്രിമിസ് ഡീറ്റെയിൽസ് ആണ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ. ലോക്കൽ ബോഡി നെയിം, ഇനി അത് ഏത് മുനിസിപ്പാലിറ്റി അതിൻ്റെ പേര്, സോണൽ ഓഫീസ്, വാർഡ്, പ്ലേസ് ബാർ സ്ട്രക്ചർ ടൈപ്പ്, ബിൽഡിംഗ് ആണോ ലാൻഡ് ആണോ, ലോക്കൽ ബോഡി ഓൺഡ് ലാൻഡ് ആണോ എന്നിങ്ങനെ. ഡോർ നമ്പർ, സബ് ഡോർ നമ്പർ എന്നും മറ്റും കൊടുത്തു കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഫെച്ചായി ബിൽഡിംഗ് ഓണർ ഡീറ്റെയിൽസ് വരുന്നത് കാണാം. ഒരു അലേർട്ട് മെസ്സേജ് വന്നതായി കാണാം. ഇവിടെ കൊടുത്തുള്ള ഡോർ നമ്പറിൽ പ്രോപ്പർട്ടി ടാക്സ് ഡ്യൂ ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. പേയ്മെൻറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റെപ്പിൻ്റെ ചെറിയ സ്ക്രീനായ ഡീറ്റെയിൽസ് ഓഫ് ദ ബിൽഡിംഗ്, ഫസ്റ്റ് വെദർ ദ അപ്ലിക്കൻ്റ് ഈസ് ഓണർ ഓഫ് ദ ലൈസൻസ് പ്ലേസ്. ഇപ്പോൾ റെൻറ്റഡ് ആയതുകൊണ്ട് നോ കൊടുത്തു. ഓണർഷിപ്പ് ടൈപ്പ് റെൻറ്റഡ് എന്ന് കൊടുക്കുക. അതിൻ്റെ പ്രൂഫ്, റെൻ്റ് അഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഈസ് എ ബിൽഡിംഗ് ഹാസ് സിംഗിൾ എഗ്രിമെൻറ്റ്, ആ ബിൽഡിങ്ങിന് മൊത്തമായി ഒരു റെൻ്റ് എഗ്രിമെൻ്റ് എങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്ത പക്ഷം നോ കൊടുക്കുക. എഗ്രിമെൻറ്റ് വാലിഡ് ഫ്രം ടു ഡേറ്റ്സ് കൊടുക്കുക, ശേഷം ആഡ് ചെയ്യുക. ഇപ്പോൾ ഡീറ്റെയിൽസ് ആഡ് ആയത് കാണാം. സ്ക്രോൾ ചെയ്യുക, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക കറക്റ്റായിട്ട്. ഇതാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ്. ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, ബിൽഡിംഗ് നെയിം. പ്രൊസീഡ് ചെയ്യുക. രണ്ടാം സ്റ്റേജിൽ ഫിൽ ചെയ്യാനുള്ളത് നേച്ചർ ഓഫ് ആക്ടിവിറ്റിയാണ്. മാനുഫാക്ചറിങ് ആണോ അല്ലെങ്കിൽ സർവീസ് സെക്ടറോ എന്നുള്ളതാണ്. മാനുഫാക്ചറിങ് സെലക്ട് ചെയ്താൽ അതിന് താഴെ വിവിധങ്ങളായ വ്യാവസായിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഉദാഹരണമായി മെറ്റൽ ഇൻഡസ്ട്രീസ്, ബീവറേജ് മുതലായവ. അതിന് കുറേ കൂടെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. അതിനായി അടുത്ത വീഡിയോ ചെയ്യാം. ഇവിടെ ഉദാഹരണമായി ഒരു ഫുഡ് ആൻഡ് പ്രോസസ്സർ ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന അതൊരു സർവീസാണ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്നുള്ളത് ബിസിനസ് സബ് ടൈപ്പിൽ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം സിമ്പിൾ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് ഏതെങ്കിലും പ്രോഡക്ട്സ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻ ഓൺ ലൈസൻസിങ് യൂണിറ്റ്. സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ അറിയിക്കണമെങ്കിൽ ഈ ഭാഗത്ത് കൊടുക്കാം. ഇവിടെ ഉദാഹരണത്തിന് ഈ സ്ഥാപനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസ് അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ടായി. അത് പക്ഷേ ലൈസൻസ് കറക്ഷൻ എന്ന സർവീസിൻ്റെ പരിധിയിൽ വരുന്നില്ല. മാത്രമല്ല പുതിയ ലൈസൻസ് ആയി തന്നെ അപ്ലൈ ചെയ്യണം. ആയതിനാൽ അക്കാര്യം കൺസേൺഡ് അതോറിറ്റിയുടെ പ്രത്യേക പരിഗണനയ്ക്ക് നമുക്കിവിടെ ചേർക്കാം. ഇനി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച തീയതി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ മൂലധന നിക്ഷേപം എന്നിവ കൊടുക്കാം. നിക്ഷേപത്തിൻ്റെ തുക അനുസരിച്ച് അടയ്ക്കേണ്ട ഫീസ്
വ്യത്യാസപ്പെടും. അവിടെ സർക്കുലർ ഷെഡ്യൂൾ 11 കെ-സ്മാർട്ട് വെബ്സൈറ്റിൽ നോ യുവർ അപ്രൂവൽ എന്ന സെക്ഷനിൽ ലഭ്യമാണ്. ഇനി ലൈസൻസ് എത്ര വർഷത്തേക്കാണ് അപേക്ഷിക്കുന്നതെന്ന് കൊടുക്കാം. ജോലിക്കാരുടെ എണ്ണം ടൈപ്പ് ചെയ്യുക. അടുത്തത് ലൈസൻസ് യൂണിറ്റ് ടൈപ്പാണ്. സ്ഥാപന ഉടമ ഒരാളാണെങ്കിൽ ഇൻഡിവിജ്വൽ എന്നും, പാർട്ട്നേഴ്സ് ആണെങ്കിൽ ജോയിൻറ്റ്/പാർട്ട്ണർഷിപ്പ് എന്നും, ഇനി ഇതിൽ പെടാത്തതാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ക്ലിക്ക് ചെയ്യുക. ലൈസൻസ് യൂണിറ്റ് നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. സ്ഥാപനത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ID എന്നിവയും ചേർക്കുക. അതിനുശേഷം മുകളിൽ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, ലൈസൻസ് യൂണിറ്റ് ടൈപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്നിവ തെറ്റാതെ കൊടുക്കുക. അതിനനുസരിച്ച് വേണം ഡോക്യുമെൻറ്റ്സും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ സെക്ഷനിൽ വരുത്തുന്ന തെറ്റുകൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. പകരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ആപ്ലിക്കേഷൻ റിജക്ഷൻ ചെയ്യേണ്ടതായി വരും. മാത്രമല്ല അടച്ച ഫീസും നഷ്ടമാകും. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ശരിയായി കൊടുത്തതിന് ശേഷം സ്ഥാപനം ബ്രാഞ്ചാണോ ഹെഡ് ഓഫീസാണോ എന്നിങ്ങനെ സബ് ടൈപ്പിൽ ചേർക്കാം. സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചേർക്കുക. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. ഇവിടെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ആധാർ ഓപ്ഷൻ ടിക്ക് ചെയ്ത് ആപ്ലിക്കൻ്റ് നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യുക. സൺ ഓഫ്, ഡോട്ടർ ഓഫ് വേണ്ടത് സെലക്ട് ചെയ്ത് ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളത്തിനായി ഗൂഗിൾ ടൈപ്പിംഗ് സൈറ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി അഡ്രസ്, കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കാം. അതിനുശേഷം ആഡ് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് പാർട്ട്ണർഷിപ്പ് ആയതിനാൽ സെക്കൻഡ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ലൈസൻസ് യൂണിറ്റ് ടൈപ്പ് ഇൻഡിവിജ്വൽ അല്ലാതെ പാർട്ട്ണർഷിപ്പ്, കമ്പനി എന്നിവ ആണെങ്കിൽ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ഒന്നിൽ കൂടുതൽ പേരുടെ ഫിൽ ചെയ്യാതെ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയില്ല. മാത്രമല്ല മുദ്രപത്രത്തിലുള്ള ബിൽഡിംഗ് ഓണറിൻ്റെ സമ്മതപത്രത്തിൽ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കൻസിൻ്റെ പേരും ഉണ്ടായിരിക്കണം. റെസൊല്യൂഷൻ, പവർ ഓഫ് അറ്റോർണി എന്നിവയെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതരിലുള്ള ആശയക്കുഴപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിനെ ബാധിച്ചേക്കാം. ആയതിനാൽ കൺസേൺഡ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വേണ്ട ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇവിടെ സെക്കൻഡ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും കൂടി ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ആഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സ്ക്രീനാണ്. ഇവിടെ ഫസ്റ്റ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ജോലിക്കാരുടെ, പ്രത്യേകിച്ചും ഫുഡ് പാക്ക് ചെയ്യുന്നയാളുടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെൻറ് അധികാരപ്പെട്ട മെഡിക്കൽ ഓഫീസേഴ്സിൽ നിന്നും നിശ്ചിത ടെസ്റ്റുകൾക്ക് ശേഷം ലഭ്യമാകും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഏതെല്ലാം ബേസിക് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നും വിത്ത് ഫയൽ റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ളവ അതർ ഡോക്യുമെൻറ്റ്സിലും അപ്ലോഡ് ചെയ്യാം. ഉദാഹരണമായി റെൻ്റ് എഗ്രിമെൻറ്റ്, ലേറ്റസ്റ്റ് പ്രോപ്പർട്ടി ടാക്സ് റെസീപ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, അപ്ലിക്കൻ്റ്, ബിൽഡിംഗ് ഓണർ, വിറ്റ്നസ് ID പ്രൂഫുകൾ ഇതെല്ലാം അതർ ഡോക്യുമെൻറ്റ്സ് ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യണം. അടുത്തത് സ്ഥാപനത്തിൻ്റെ ഫോട്ടോയും ഒരു വീഡിയോ ക്ലിപ്പും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വിത്ത് അഡ്രസ് ബോർഡ് അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി അപ്ലിക്കൻസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഇവിടെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. 2 പേരുടെയും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. വലതുവശം കാണുന്ന അപ്ലോഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ക്രോപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ മുഴുവനായും കാണുന്ന രീതിയിലായിരിക്കണം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ സമ്മറി. ജസ്റ്റ് എല്ലാം വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഡിക്ലറേഷൻ ആൻഡ് സബ്മിഷൻ.
ഐ എഗ്രി എന്ന് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇനി ഫീസ് അടയ്ക്കാൻ പ്രൊസീഡ് ആൻഡ് ഇ പേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ബാക്ക് ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിൻ്റെ അക്നോളജ്മെൻറ്റ് ഇതിനോടകം ലഭിക്കുന്നതാണ്. ഇനി ഹോം പേജിൽ മൈ ആപ്ലിക്കേഷൻസ് മെനുവിൽ നാം സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാനും ബന്ധപ്പെട്ട ഓഫീസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാനും കഴിയും. ഇനി കെ സ്മാർട്ട് പോർട്ടലിൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുവാൻ കെ സ്മാർട്ട് ലോഗിൻ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണുന്ന വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് നമ്പറും ക്യാപ്ചയും കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യുവാൻ കഴിയും.